ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന് ലഭിച്ചതിന് പിന്നാലെ വൈറലായി തരുൺ മൂർത്തിയുടെ വാക്കുകൾ. തുടരുമിനേക്കാൾ വലിയ വിജയം മോഹൻലാൽ ഉണ്ടാക്കുമെന്നും തരുൺ പറഞ്ഞു. തുടരും രണ്ടാം ഭാഗത്തിനെ കുറിച്ചും അദ്ദേഹം സൂചന നൽകി. റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ച് തരുൺ മൂർത്തി മോഹൻലാൽ ചിത്രം ബോക്സ് ഓഫീസിൽ ജൈത്രയാത്ര തുടരുന്നത് നാം കണ്ടതാണ്. പ്രീ റിലീസ് പ്രൊമോഷനോ ഹൈപ്പുകളോ ഒന്നുമില്ലാതെ എത്തിയ തുടരും ചരിത്ര വിജയം തന്നെയാണ് സ്വന്തമാക്കിയത്. മലയാളത്തിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു മോഹൻലാലിന്റെ തുടരും. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത സിനിമയിൽ പ്രകാശ് വർമ്മ, ബിനു പപ്പു, ഫർഹാൻ ഫാസിൽ, മണിയൻ പിള്ള രാജു, തോമസ് മാത്യു, ശോഭന തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിലെത്തിയത്. തീർത്തും ഒരു ഫാമിലി ത്രില്ലർ ചിത്രമായിരുന്നു ഇത്. 232 കോടിക്ക് മുകളിലാണ് ആഗോളതലത്തിൽ ചിത്രം നേടിയതെന്നാണ് കണക്കുകൾ പറയുന്നത്. മാത്രമല്ല, കേരള ബോക്സ് ഓഫീസിൽ നിന്നും 100 കോടി നേടിയ ആദ്യ മലയാള ചിത്രം കൂടിയാണിത്. കേരളത്തിൽ നിന്ന് മാത്രം ആകെ 118 കോടിയിലധികം ചിത്രം നേടി. ആഗോളതലത്തിലെ തിയേറ്റർ ഷെയർ 98 കോടി രൂപയാണ്. ബെൻസ് എന്നറിയപ്പെടുന്ന ഒരു ടാക്സി ഡ്രൈവർ, പേര് ഷൺമുഖം. കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും പ്രിയപ്പെട്ടവനാണ് ഷൺമുഖം. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട അംബാസഡർ കാറുമായി ഒരു അസാധാരണ സംഭവത്തിൽ അദ്ദേഹം എത്തിപ്പെടുന്നതാണ് കഥ പറഞ്ഞു പോകുന്നത്. ആ കുരുക്കിൽ അദ്ദേഹത്തിന്റെ കുടുംബവും എങ്ങനെ അതിൽ നിന്നും രക്ഷപ്പെടുമെന്ന കഥയാണ് പിന്നീടുള്ള പ്രമേയം. ആവേശം നിറച്ച നിമിഷങ്ങളിലൂടെയാണ് തുടരും പ്രേക്ഷകരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെ കണ്ടിരിക്കുന്ന പ്രേക്ഷകനെ മുൾമുനയിൽ ഇരുത്തുന്ന ഒരു ഗംഭീര ദൃശ്യാനുഭവം തന്നെയാണ് ചിത്രം. ഇപ്പോഴിതാ സിനിമയുമായി ബന്ധപ്പെട്ട് വൈറലായിരിക്കുകയാണ് തരുൺ മൂർത്തിയുടെ വാക്കുകൾ. തുടരുമിനേക്കാൾ വലിയ വിജയം മോഹൻലാൽ ഉണ്ടാക്കും. മാത്രമല്ല, അത്തരം വിജയങ്ങൾ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. മോഹൻലാലുമായി കൂടുമ്പോൾ അദ്ദേഹത്തിന്റെ ഓറ നമ്മളിലേക്ക് പകരുന്നതാണ്. ഷൂട്ട് ചെയ്യുമ്പോൾ ലാൽ സാർ അൺപ്രഡിക്റ്റബിൾ ആണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്തരം ഒരുപാട് അനുഭവങ്ങൾ തുടരും സിനിമയിലുണ്ട്. ഒരു സംവിധായകൻ വിചാരിക്കുന്നതിനേക്കാൾ 10 ഇരട്ടി മികച്ചതായി ഔട്ട്പുട്ട് വരുമ്പോൾ അത് നിസ്സാര കാര്യമല്ല. മോഹൻലാലുമായി ഒരു സിനിമയ്ക്കുള്ള ചർച്ചകൾ നടക്കുകയാണ്. കഥകൾക്കായി അന്വേഷണം നടക്കുന്നുണ്ട്. തുടരും രണ്ടാം ഭാഗത്തിനെ പറ്റി ഇപ്പോൾ ആലോചിക്കുന്നില്ല എന്നും തരുൺ മൂർത്തി പറയുന്നു. അതൊരു ഒറ്റ സിനിമയായി തന്നെ തുടരട്ടെ എന്നും തരുൺ മൂർത്തിയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കാം അടുത്ത സൂപ്പർ ഹിറ്റ് ചിത്രത്തിനായി. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.